welcome you all in the name of our Father, Son and the Holy Spirit. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. It's a great joy for me to share the Word of God at the convention. ഈ മഹായോഗത്തിൽ ദൈവവചനം പങ്കുവയ്ക്കുന്നത് എനിക്ക് അത്യന്തം സന്തോഷകരമായ അനുഭവമാണ്. I've been a few times before in the past few years. കഴിഞ്ഞ ചില വർഷങ്ങളിൽ ചില അവസരങ്ങളിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ എനിക്കിടയായി എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. The last time was in 2018. 2018 അവസാനമായി ഈ കൺവെൻഷനിൽ ദൈവവചനം പങ്കുവച്ചത്. I want to thank the leadership of the church, of the Mattama Church, the Tirumenis, for inviting me. മാർത്തോമാ സഭയുടെയും അഭിമന്യ തിരുമേനിമാരുടെയും നേതൃത്വത്തിൽ ഈ കൺവെൻഷൻ നടത്തപ്പെടുകയും എന്നെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിൽ ഞാൻ നന്ദി അറിയിക്കട്ടെ. One of the lovely things I like about the Maraman convention is there is also discipline and orderly and on time. ഈ മഹായോഗത്തിൻ്റെ ചില ശീലങ്ങൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സമയക്രമീകരണം, അതിൻ്റെ വിവിധങ്ങളായ ശീലങ്ങൾ വളരെ അത്ഭുതം ഉളവാക്കുന്നതാണ്. Our God is a God of perfect timing. നമ്മുടെ ദൈവം ശരിയായ സമയത്തിൻ്റെ ദൈവമാണ്. We all have to be punctual and time for everything as Christians. നാം ക്രിസ്ത്യാനികളായി എല്ലാം തക്ക സമയത്ത് ചെയ്യുന്നവരായിരിക്കണം. In fact, every session I'm going to speak, I'm going to have 3 sessions, today, Thursday and Sunday. എനിക്ക് 3 ദൈവവചന സംവേദനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട്, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ്. And each session will be about 1 hour exactly. ഓരോ ദൈവവചന സംവേദനവും 1 മണിക്കൂറിൽ ഉള്ളതാണ്. It's now 10:50. I'll finish at 11:50, no? 10:50. So exactly 11:50 I'll finish. ഇപ്പോൾ 10:50 11:50 ആകുമ്പോൾ ഈ സംവേദനം അവസാനിപ്പിക്കും. And the theme for the 3 sessions is new life. ഈ ദിവസങ്ങളിൽ ഞാൻ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം പുതുജീവൻ, പുതിയ ജീവിതം എന്നുള്ളതാണ്. How all of us are called to live a new life in Christ Jesus. നാം എല്ലാവരും യേശു കർത്താവിൽ പുതിയ ജീവനായി വിളിക്കപ്പെട്ടവരാണ്. And as we live for Him and choose to live for Him, this life is a wonderful life, a life of peace and joy in spite of difficulties. നാം അങ്ങനെ പുതിയ ജീവിതം കർത്താവിൽ സ്വീകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും വളരെ അത്ഭുതകരമായ അതിശയകരമായ ഒരു ജീവിതമാണത്. And this theme is based on the book of Acts chapter 5 verse 20. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയം ഞാൻ പങ്കുവയ്ക്കുന്നത്. And the context of this verse is the apostles are put in prison by the leadership of the Judaism. യഹൂദരുടെ നേതാക്കൾ അപ്പോസ്തലന്മാരെ തടവിലാക്കിയതാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. By the high priest, his associates and the Sadducees. സദൂക്യരും മഹാപുരോഹിതന്മാരും അവരുടെ സേവകരും ചേർന്ന് അവരെ തടവിലാക്കിയതാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. The apostles were put in prison because the people are jealous of their ministries and what God did through them. അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നതും അവർ ദൈവവചനം പങ്കുവെക്കുന്നതിലും അസൂയ പൂണ്ടവരാണ് അത്തരത്തിൽ അവരെ തടവിലാക്കിയത്. While they were in prison, the apostles, an angel opened the doors of the prison. എന്നാൽ അവർ തടവിലായിരിക്കുമ്പോൾ ദൂതന്മാർ തടവിന്റെ വാതിലുകൾ തുറന്നതായി നമ്മൾ വായിക്കുന്നു. And delivered them from prison. അവരെ തടവിൽ നിന്നും വിടുവിച്ചതായും നമ്മൾ വായിക്കുന്നു. And the angel told the apostles, ദൂതൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, go stand the temple courts and tell all the people the full message of this new life. ദൂതൻ അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പിൻ. And next day morning at daybreak they went to temple courts and began to speak to the Jews about this new life. അതിനുശേഷം ഒരു ദിവസത്തിന് ശേഷം അവർ ദേവാലയത്തിൽ ചെന്ന് പുതിയ ജീവനെ കുറിച്ച് യഹൂദരോട് സംസാരിച്ചു. The full message of this new life. പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രമായ സന്ദേശം. They were all Jews who were there in the temple. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം യഹൂദരായിരുന്നു. They need to understand that Jesus Christ is their Messiah. അവർ യേശുവിനെ ദൈവമായി മശിഹായായി അംഗീകരിച്ചവരായിരുന്നു. Once they turn to Jesus, they'll have a new life. അവർ യേശുവിലേക്ക് തിരിഞ്ഞ് പുതിയ ജീവിതം പ്രാപിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. Now I got my new life which began on the 25th of May 1980. 1980
മെയ് മാസം 25-ാം തീയതിയാണ് ഞാൻ ഒരു പുതിയ ജീവനിലേക്ക് പ്രവേശിച്ചത്. I surrendered my life to the Lord Jesus Christ അന്ന് ഞാൻ എൻ്റെ ജീവിതം കർത്താവായ യേശുവിനെ സമർപ്പിച്ചു. and asked Him to come into my heart, ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, to be my Savior and my Lord. ഞാൻ അവനെ എൻ്റെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ചു. For many people, Christians, He is a Savior, but not really Lord. പലർക്കും ക്രിസ്തു അവരുടെ രക്ഷകനാണ്, എന്നാൽ പലരും കർത്താവായി അവനെ സ്വീകരിച്ചിട്ടില്ല. If He is Lord, we will live for Him, not for ourselves. അവൻ നമ്മുടെ കർത്താവാണെങ്കിൽ നാം അവന് വേണ്ടി ജീവിക്കും, നാം നമുക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്. In John 8:12, the Lord told the people, John chapter 8 verse 12, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, I am the light of this world. Whoever follows me will not walk in darkness, but will have the light of life. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. It's in following Jesus that we have the light of life. യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ ജീവന്റെ വെളിച്ചം അവർക്ക് ലഭ്യമായി തീർന്നു. When we believe in Him as our Savior, we have assurance that when we leave this world, we are going to go to heaven. യേശുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമുക്കുള്ള ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കാണ് എന്നുള്ളതാണ്. The last time I was here, my wife Ragini was with me. She came all the time, used to come with me. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അവൾ എന്നോടൊപ്പം സഞ്ചരിക്കുന്നവളായിരുന്നു. But 4 years back, she went to be with the Lord. എന്നാൽ 4 വർഷം മുമ്പ് അവൾ കർത്താവിനോടൊപ്പം ചേർന്നു. And she enjoying God's presence. ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവൾ ജീവിതത്തിൽ ആസ്വദിക്കുകയാണ്. But I am still here. എന്നാൽ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. Only to serve the Lord, for no other reason. ദൈവത്തെ സേവിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള But കാരണം. He is not only my Savior, my Lord. യേശു എൻ്റെ രക്ഷകൻ മാത്രമല്ല, എൻ്റെ കർത്താവും കൂടെയാണ്. My prayer for all of us is before we leave this convention, we will be realizing we are His children. He is our Savior and the Lord of our lives. നിങ്ങളെല്ലാവരും ഈ കൺവെൻഷനിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെല്ലാവരും കർത്താവിനെ രക്ഷകനായും കർത്താവായും സ്വീകരിച്ച് ഈ കൺവെൻഷനിൽ നിന്ന് മടങ്ങിപ്പോകണം. In the book of Peter, 1 Peter, chapter 3, verse 14, we read about how, പത്രോസിന്റെ 1-ാം ലേഖനം, in the context of fear, people having different fears, Peter wrote to them and said, do not fear what they fear, but in your hearts set apart Christ as Lord. പത്രോസ് അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, മറ്റുള്ളവർ പേടിക്കുന്നത് പോലെ നിങ്ങൾ പേടിക്കരുത്, ഭയക്കരുത്, നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുക. Actually, Peter is quoting an Old Testament verse. അവിടെ പത്രോസ് അപ്പോസ്തലൻ പഴയ നിയമത്തെ ആണ് ഉദ്ധരിക്കുന്നത്. He is quoting from the book of Isaiah chapter 8 verse 11 and 12. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. In Isaiah 8, 11 and 12, Isaiah writes about how, he writes, God spoke to me with a strong hand upon me, warning me not to follow the ways of people. Don't call conspiracy what they call conspiracy. Do not fear what they fear. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്ത്, ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നത് എന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. The people around Isaiah in Jerusalem, they're fearing, having all kinds of fears, fear of the future, fear of what's going to happen to them. യെരുശലേമിൽ യെശയ്യാവിന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന ആളുകൾ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചും ഭയമുള്ളവരായിരുന്നു. Even Isaiah was having fears. യെശയ്യാ പ്രവാചകൻ പോലും ഭയമുള്ളവനായിരുന്നു. And God spoke to him with a strong hand upon him. Don't be like those people. Don't fear what they fear. ദൈവത്തിന്റെ കരം അവന്റെ മേൽ വന്നപ്പോൾ യഹോവ അവനോട് പറഞ്ഞു, മറ്റുള്ളവർ ഭയക്കുന്നത് പോലെ നീ ഭയപ്പെടരുത്. What were they fearing? എന്താണ് അവർ ഭയപ്പെടുന്നത്? They are fearing the future. അവർ ഭാവിയെ കുറിച്ചാണ് ഭയപ്പെടുന്നത്. When people fear the future, what do? ഭാവിയെ കുറിച്ച് ആളുകൾ ഭയപ്പെടുമ്പോൾ എന്താണ് അവർ ചെയ്യുക? They want to find out the future. അവർ ഭാവി എന്താണെന്ന് അറിയാനായി ശ്രമിക്കും. They go to astrologers, medium spiritists and try to find what's going to happen in my life. അവർ മറ്റു പലരിലേക്കും ഭാവി പറയുന്ന ആളുകളുടെ അടുക്കിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. This is what the Israelites were doing. അത് തന്നെ ആയിരുന്നു യെശയ്യാവിന്റെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. The same chapter, Isaiah chapter 8, verse 19 and 20, we read, God tells Isaiah, when men tell you to consult medium and spiritists who whisper and mutter, should not a people inquire of their God? Why consult the dead on behalf of the living?
to the law and the testimony of the law. If they don't speak according to the word, they have no light of dawn. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോട് അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കുന്നത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകില്ല. Go to the testimony of the law. അവർ നിയമത്തിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. What's the testimony of the law? എന്താണ് നിയമത്തിന്റെ സാക്ഷ്യം? The Lord Jesus Christ. നിയമത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തുവാണ്. In John chapter 5 verse 39, the Lord told the people, 5th chapter John verse 39, you diligently study scriptures because by them you have eternal life. These scriptures testify about me, yet you refuse to come to me to have life. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 39, no? Yeah. 39, 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. Yeah, but this scriptures testify about me, verse 40 also, 39-40. എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. The Old Testament testifies to the coming Christ. വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നത്. In him there is no fear. അവനിൽ യാതൊരു ഭയവും ഇല്ല. So Peter is quoting Isaiah's statement, don't fear what they fear, but God told him. He said, you don't fear what they fear. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ യെശയ്യാവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മറ്റുള്ളവർ ഭയപ്പെടുന്നത് പോലെ നിങ്ങൾ ഭയപ്പെടരുത്. But in your heart set apart Christ as Lord. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി പ്രതിഷ്ഠിക്കുക. If he is Lord, we live for him. അവൻ നമ്മുടെ കർത്താവാണെങ്കിൽ നാം അവന് വേണ്ടി ജീവിക്കുന്നവരാണ്. We all know that he died for our sins to take us to heaven, to give us everlasting life and abundant life. നമുക്കെല്ലാവർക്കും അറിയാം, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് രക്ഷ നൽകി, നിത്യജീവന് നമ്മെ അവകാശികളാക്കിയിരിക്കുന്നു. There's one more reason why he died for us. അതിന് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. In 2 Corinthians chapter 5 verse 15, we read out Paul writes to the church in Corinthians, 2 Corinthians 5:15. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: And he died for all, that those who live will no longer live for themselves, but for him who died for them and was raised again. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. This new life is living for him. ഈ പുതിയ ജീവിതം എന്ന് പറയുന്നത്, പുതുജീവൻ എന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നാണ് അർത്ഥം. To have new life, you must have a new birth. പുതിയ ജീവിതം സാധ്യമാകണമെങ്കിൽ നമുക്കൊരു പുതുജനനം ആവശ്യമാണ്. And we have a new birth, spiritual birth, when we accept Christ as Savior and Lord. നമ്മൾ ആത്മീകമായി കർത്താവിനെ നമ്മുടെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ പുതുജനനം പ്രാപിക്കുകയാണ്. And we live for him, and thereby we experience this new life. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ പുതിയ ജീവൻ നമുക്ക് അനുഭവമായി തീരും. Because I come from a different faith, I come from a Hindu Brahmin family. ഞാൻ ഒരു ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും വരുന്നയാളാണ്. I read the Bible and came to believe in Jesus. ഞാൻ വേദപുസ്തകം വായിച്ച് ക്രിസ്തുവിനെ വിശ്വസിച്ചയാളാണ്. I first heard about Jesus when I was in my company. I'm an engineer by profession. I was working in a German company called Siemens. സീമൻസ് എന്ന് പറയുന്ന ജർമ്മൻ കമ്പനിയിൽ ഒരു എഞ്ചിനീയറായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് In Bangalore, through a colleague of mine, he told me about Jesus, and what he told me, I didn't like what he said. എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞു, പക്ഷേ ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല. He said, only through Jesus you can go to heaven, he said. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിന് ഒരേ ഒരു വഴി യേശു മാത്രമാണ്. I didn't believe what he said. അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. I believe in Jesus as one among so many gods. മറ്റ് പല ദൈവങ്ങൾക്കൊപ്പം ഞാൻ യേശുവിനെയും വിശ്വസിച്ചിരുന്നു. I couldn't accept that he's the only way. എന്നാൽ യേശുവാണ് ഒരേ ഒരു വഴി എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. A friend of mine told me in my office, first time I'm hearing about Jesus being my savior in the office. എൻ്റെ ഓഫീസിൽ എൻ്റെ സുഹൃത്ത് യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോഴാണ് ആദ്യമായി ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. During lunchtime he was sharing with me.
ഞാൻ ഊണ് സമയത്താണ് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത്. I told him, I also believe in God. I can go to heaven on my own. I don't need all this. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്നയാളാണ്, എനിക്ക് സ്വർഗത്തിൽ പോകാം, നീ പറയുന്നതൊന്നും എനിക്ക് ആവശ്യമില്ല. But I want to prove to him there are many ways of going to heaven. എന്നാൽ എനിക്ക് അദ്ദേഹത്തോട് തെളിയിച്ചു കൊടുക്കണമായിരുന്നു, ഞാൻ വിശ്വസിക്കുന്നതിലൂടെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്ന്. So I bought a Bible for myself. അങ്ങനെ ഞാൻ എനിക്കായി ഒരു വേദപുസ്തകം I വാങ്ങി. want to prove to him that from the Bible, I want to prove to him there are many ways of going to heaven. വേദപുസ്തകം വായിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ പല വഴികളിലൂടെ സ്വർഗത്തിൽ എത്താമെന്ന് എനിക്ക് അദ്ദേഹത്തിന് തെളിയിച്ചു കൊടുക്കണമായിരുന്നു. I never read the Bible in my life before. ഞാൻ ഒരിക്കലും അതിനു മുൻപ് വേദപുസ്തകം വായിച്ചിരുന്നില്ല. I about the Bible only knew that there are two parts to it. എനിക്ക് വേദപുസ്തകത്തെക്കുറിച്ച് ആകെ അറിയാമായിരുന്നത് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് I എന്നുള്ളതായിരുന്നു. went to Christian school, went to Christian college, then engineering college, but no one told me about Jesus. ഞാനൊരു ക്രിസ്തീയ സ്കൂളിലും ക്രിസ്തീയ കോളേജിലും അതിനുശേഷം എഞ്ചിനീയറിംഗ് പഠനത്തിനുമൊക്കെ പോയതാണ്. എന്നാൽ ആരും എന്നോട് ക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരുന്നില്ല. I know Bible has two parts. എനിക്ക് വേദപുസ്തകത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് That's എന്നറിയാമായിരുന്നു. all I knew. അത് മാത്രമായിരുന്നു Old എനിക്കറിയാമായിരുന്നു. Testament and New Testament. പഴയ നിയമവും പുതിയ നിയമവും. So I decided I'm going to read the Bible. ഞാൻ വേദപുസ്തകം വായിക്കാൻ തീരുമാനിച്ചു. And from the Bible I proved to my friend that many ways of going to heaven. I'll find my own way to go to heaven. ഈ വേദപുസ്തകത്തിലൂടെ തന്നെ എൻ്റെ സുഹൃത്തിനോട് ദൈവത്തിങ്കലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പല വഴികളുണ്ടെന്നും എൻ്റെ വഴിയിലൂടെ ഞാൻ സ്വർഗത്തിൽ എത്തുമെന്നും അവന് തെളിയിച്ചു കൊടുക്കണമായിരുന്നു. I realized Old Testament is old, New Testament is new. ഞാൻ അന്ന് തിരിച്ചറിഞ്ഞത് പഴയ നിയമം എന്ന് പറയുന്നത് പഴയതും പുതിയ നിയമം എന്ന് പറയുന്നത് പുതിയതുമാണ് എന്നാണ്. Let me read the New Testament. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ നിയമം വായിക്കാൻ ആരംഭിച്ചു. Open the Bible. ഞാൻ വേദപുസ്തകം തുറന്നു. Just like that. അങ്ങനെ വായിക്കാനായി തുടങ്ങി. The first page was Gospel of John chapter 1 verse 1. ആദ്യം ഞാൻ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യമാണ്. In the beginning was the Word was with God, and the Word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ഞാൻ വായിച്ചു. I found it very interesting, very philosophical. ഞാനത് എനിക്ക് വളരെ സന്തോഷകരമായി തോന്നി. തത്വചിന്തകൾ അടങ്ങിയതാണ് എന്ന് എനിക്ക് മനസ്സിലായി. I thought Bible is a very mystical book. ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നത് മനസ്സിലാകാത്തത് എന്തൊക്കെയോ ഉള്ള പുസ്തകമാണ് വേദപുസ്തകം എന്നാണ്. I kept reading. ഞാൻ തുടർന്ന് വായിക്കാനായി തുടങ്ങി. Came to the 14th verse. ഞാൻ 14-ാം വാക്യത്തിൽ എത്തിച്ചേർന്നു. And the Word became flesh and dwelt amongst us. അവിടെ പറയുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. How can Word become flesh? എങ്ങനെയാണ് വചനത്തിന് ജഡമായി തീരാൻ സാധിക്കുക? Very interesting book, I thought. അപ്പോൾ എനിക്ക് മനസ്സിലായി വേദപുസ്തകം വളരെ രസകരരമായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പുസ്തകമാണ്. I kept on reading. ഞാൻ അങ്ങനെ വായന തുടർന്നു. I enjoyed the Bible. ഞാൻ അങ്ങനെ വായന നന്നായി ആസ്വദിച്ചു. I was so engrossed in the Bible, I didn't go to my friend back. ഞാൻ എൻ്റെ സുഹൃത്തുക്കളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് പല പ്രാവശ്യം അത് വായിക്കാനായി ശ്രമിച്ചു. And as I read the Bible every day, my life went very well, my work went well, everything fell in place. So nice it was. ഞാൻ വേദപുസ്തകം വായിക്കാൻ ആരംഭിച്ചപ്പോൾ മുതൽ എൻ്റെ ജീവിതം നന്നായി പോകുന്നു, എൻ്റെ ജോലി നന്നായി പോകുന്നു, എല്ലാം ഭംഗിയായിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. Everything went well till I came to 14th chapter of John. I got stuck in verse 6. 14-ാം അധ്യായം 6-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് നിന്നുപോയി. Here Jesus says, I am the way and the truth and the life. No one comes to the Father except through me. 6-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. I was amazed why he told only one person that. ഞാൻ ഇത് വായിച്ചു കേട്ടപ്പോൾ എന്നോട് ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഓർത്തു. To one person he said this. ഒരു ആളാണ് എന്നോട് ഇത് പറഞ്ഞത്. When Pilate asked him a question, what is truth? Jesus kept quiet. പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു, സത്യം എന്താണ്? പക്ഷേ യേശു നിശബ്ദനായി നിന്നു. Pilate, Pontius Pilate asked Jesus, what is truth? പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു, എന്താണ് സത്യം? He kept quiet, didn't give the answer. യേശു നിശബ്ദനായിരുന്നു, ഉത്തരം പറഞ്ഞില്ല. To the Jews he said in John 8:32, you will know the truth, truth will set you free. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ യഹൂദരോട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. You will know the truth, truth will set you free. He didn't say I am the truth. അവരോട് യേശു പറഞ്ഞില്ല ഞാനാണ് സത്യം, എന്നാൽ യേശു പറഞ്ഞത് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. Pilate asked, what is truth? Pilate asked, John 18:28. പിലാത്തോസ് യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുവിനോട് ചോദിച്ചു, എന്താണ് സത്യം? The Lord didn't answer. യേശു ഉത്തരമൊന്നും പറഞ്ഞില്ല.
to the Jews is that you will know the truth, truth will set you free. യഹൂദരോട് യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. To one person he says, I am the truth. എന്നാൽ ഒരാളോടാണ് യേശു പറഞ്ഞത്, ഞാനാണ് സത്യം. Who was that person? അതാരായിരുന്നു? He was Marthoma, അദ്ദേഹം ഒരു മാർത്തോമാക്കാരനായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. Saint Thomas, അദ്ദേഹം തോമസ് അപ്പസ്തോലനായിരുന്നു, original Marthoma. ഏറ്റവും നല്ല മാർത്തോമാക്കാരനായി. Why only for Thomas he said that? എന്തുകൊണ്ടാണ് തോമസിനോട് മാത്രം കർത്താവ് അങ്ങനെ പറഞ്ഞത്? I think because he was coming to Kerala. ഞാൻ ചിന്തിക്കുന്നു തോമസ് കേരളത്തിലേക്ക് വരുമായിരുന്നു എന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് Came to Tamil Nadu. തമിഴ്നാട്ടിലേക്കും വന്നു. അതുകൊണ്ടാണ് യേശു അവനോട് പറഞ്ഞത്. For the whole world, that the fact that he is the only way. ഈ ലോകത്തോട് മുഴുവൻ അവൻ പറഞ്ഞു, ഞാനാണ് ഒരേ ഒരു വഴി. But this verse is so special to me. To this verse I came to believe in Christ. എന്നാൽ ഈ വാക്യം എനിക്ക് വളരെ പ്രത്യേകതയുള്ള വാക്യമായിരുന്നു. അവിടെയാണ് ഞാൻ ക്രിസ്തുവിലേക്ക് വന്നത്. When I first heard this, ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ I was upset. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു I പോയി. couldn't accept it. എനിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. I closed the Bible. ഞാൻ വേദപുസ്തകം അടച്ചു വെച്ചു. 1 month I didn't read the Bible, 1.5 months. അതിനുശേഷം ഏകദേശം 1.5 മാസത്തോളം ഞാൻ വേദപുസ്തകം വായിച്ചില്ല. But I thought, see, when I read the Bible, everything went well, my life went well, everything was peaceful. Ever since I stopped reading, something is missing in my life. ഞാൻ വേദപുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതം ശരിയായി മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഞാൻ വേദപുസ്തകം വായിക്കുന്നത് അവസാനിപ്പിച്ചപ്പോൾ എന്തോ ജീവിതത്തിൽ സംഭവിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. After 1.5 months I didn't read Bible, I thought, okay, let me forget about John 14:6. Let me continue the Bible. 1.5 മാസത്തിന് ശേഷം ഞാൻ ചിന്തിച്ചു, 14-ാം അധ്യായം 6-ാം വാക്യം അവിടെ നിൽക്കട്ടെ, ഞാൻ തുടർന്ന് വായിക്കാം എന്ന് ചിന്തിച്ചു. I couldn't come to terms with John 14:6. I could not accept it, but it doesn't matter. Let me carry on. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ സാധിച്ചില്ല, എങ്കിലും തുടർന്ന് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. After a month and a half, I opened the Bible. 1.5 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വേദപുസ്തകം തുറന്നു. I tried not to look at John 14:6. ഞാൻ 6-ാം വാക്യത്തിലേക്ക് നോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. I read John 14:7. ഞാൻ 14-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു. And there Jesus says, അവിടെ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, if you really knew me, you'll know my Father as well. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. And the Bible began to speak so clearly to me. തുടർന്ന് വേദപുസ്തകം എന്നോട് വളരെ വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. And I began to put questions to God. അന്ന് മുതൽ ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. I would say living God. I wouldn't say Jesus. Living God. ഞാൻ യേശു എന്ന് പറയാതെ ജീവിക്കുന്ന ദൈവമേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. For 6 months I was praying, living God, is Christ the only way to you? If it is so, let me know. If it's not so, let me know. അടുത്ത 6 മാസക്കാലം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ജീവിക്കുന്നവനായ ദൈവമേ, യേശുവാണ് ഒരേ ഒരു വഴിയെങ്കിൽ, യഥാർത്ഥമായ വഴിയെങ്കിൽ നീ എന്നെ അത് കാണിച്ചു തരണം. ഇനി അങ്ങനെ അല്ലെങ്കിലും നീ എനിക്കത് കാണിച്ചു തരണം. Previous 6 months I've been praying like that. തുടർന്നുള്ള 6 മാസവും അപ്രകാരം തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ Now തുടങ്ങി. when God began to speak like this, ദൈവം എന്നോട് ഇപ്രകാരം സംസാരിക്കാനായി I തുടങ്ങിയപ്പോൾ said, Lord, you're speaking to me. എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് സംസാരിക്കുന്നു. I'm going to put questions to you. എന്നാൽ ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. I have very little wisdom. A little wisdom I've got. എനിക്ക് അല്പം ജ്ഞാനം ദൈവം നൽകി. Everything you know, I cannot know. ദൈവമേ, നീ എന്താണെന്നുള്ളത് എനിക്ക് മുഴുവനായി അറിയാൻ കഴിയുന്നില്ല. But I'm going to put my questions. എന്നാൽ ഈ ചോദ്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. If you feel I can understand the answer, give me the answer. Otherwise, don't give me the answer. എനിക്ക് ആ ഉത്തരം മനസ്സിലാക്കാമെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അത് തരിക, അല്ലെങ്കിൽ എനിക്ക് തരാതെ ഇരിക്കുക. So I put a question ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു. and purposely forget the question. അതിനുശേഷം ഞാൻ അത് മറക്കാനായി ശ്രമിച്ചു. Second question, വീണ്ടും രണ്ടാമത് ചോദിക്കും, again forget it. ഞാൻ അത് മറന്നു പോകും. Why forget it? എന്തുകൊണ്ടാണ് ഞാനത് മറക്കുന്നത്? Because God doesn't give me the answer. Why remember it? ഞാൻ ചിന്തിച്ചു, ദൈവം എനിക്ക് ഉത്തരം തരുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ആ ചോദ്യം വീണ്ടും ഓർക്കുന്നത്? So I'll keep on forgetting, putting and forgetting. ഞാൻ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു, ചോദ്യങ്ങൾ മറന്നുകൊണ്ടേയിരുന്നു. What used to happen was, as I would read the Bible, he would first give me the answer from the Bible, and after giving me the answer, he will remind me of my question. എന്നാൽ ഞാൻ തുടർന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ ഞാൻ ചോദിച്ച ഓരോ ചോദ്യത്തിനും ദൈവം എനിക്ക് ഉത്തരങ്ങൾ തന്നുകൊണ്ടിരുന്നു. ഉത്തരങ്ങൾ തരുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തെ ദൈവം എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. I would have forgotten my question, but God remembered my question. ഞാൻ ആ ചോദ്യം മറന്നെങ്കിലും ദൈവം എൻ്റെ ചോദ്യത്തെ മറന്നു കളഞ്ഞില്ല. In 1 year's time, every question was answered. 1 വർഷത്തിനുള്ളിൽ ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം എനിക്ക് ഉത്തരം തന്നു. 25th of May 1980, and I was in Germany working for my company. 1980 മെയ് മാസം 25-ാം തീയതി ജർമ്മനിയിൽ ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുമ്പോൾ At 9:30 p.m. I received Christ into my heart. രാത്രി 9:30 മണിക്ക് ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. But I surrendered to you completely.
ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവനായി ദൈവത്തിന് Come സമർപ്പിച്ചു. and live in my heart. യേശു കർത്താവ് അന്നു മുതൽ എൻ്റെ ഉള്ളിൽ വന്ന് വാസം ആരംഭിച്ചു. And live your life through me. ദൈവത്തിന്റെ ജീവിതം എന്നിലൂടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. I want to move out of the way and you have full control of my life. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ വഴിമാറി പോകാതിരിപ്പാൻ എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. That moment began my new life. അന്ന് എൻ്റെ പുതുജീവൻ ആരംഭിച്ചു. To live for him. ദൈവത്തിനു വേണ്ടി ജീവിക്കാനുള്ള പുതിയ ജീവൻ. This new life consists at least 3 parts. 3 കാര്യങ്ങളാണ്, 3 വിവിധ ഭാഗങ്ങളാണ് ഈ പുതുജീവിതത്തിൽ ഉള്ളത്. Living by the word of God. ദൈവവചനപ്രകാരം ജീവിക്കുക. Living by the Holy Spirit's guidance. പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ ജീവിക്കുക. And living by faith. വിശ്വാസത്തിൽ ജീവിക്കുക. That's what the Bible tells us. അതാണ് വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത്. Matthew chapter 4 verse 4. Man shall not be built by bread alone, but by every word that proceeds from the mouth of the Lord. 4th chapter Matthew verse 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അപ്പം മാത്രമല്ല, not only bread. അപ്പം മാത്രമല്ല എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. But we live by bread, but not only by bread. നമ്മൾ അപ്പം കൊണ്ട് ജീവിക്കുന്നവരാണ്, എന്നാൽ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവരല്ല. We live by the word of God. നമ്മൾ ദൈവവചനം കൊണ്ട് ജീവിക്കുന്നവരാണ്. Second thing is living by the Spirit, Holy Spirit. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് നാം പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരാണ്. Galatians 5:16 Paul writes, so I say, live by the Spirit and do not gratify desires of the sinful nature. Galatians chapter 5 verse 16. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയും. We are all struggling with sin in this world. നാം ഈ ലോകത്തിൽ പാപം മൂലം വല്ലാതെ പരിഭ്രമിക്കുന്നവരാണ്, We പ്രയാസപ്പെടുന്നവരാണ്. have sinful thoughts and we want to manifest those things in the real life. നമ്മൾ പാപം ചിന്തിക്കുകയും അത് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. If we live by the Spirit, we will not gratify the desires of the sinful nature. എന്നാൽ നാം ആത്മാവിന് അനുകൂലമായി ജീവിക്കുമ്പോൾ, ആത്മാവിനെ അധികരിച്ച് ജീവിക്കുമ്പോൾ പാപത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും അകന്നു പോകാനായി സാധിക്കും. The third aspect is living by faith. Romans chapter 1 verse 17. The righteous shall live by faith. റോമാലേഖനം Chapter 1 verse 17. 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, Romans chapter 1 verse 17. വിശ്വാസം ഹേതുവായും വിശ്വാസം കൊണ്ടും വെളിപ്പെടുത്തുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. So we are all made righteous by the blood of Christ. യേശുവിന്റെ രക്തത്താൽ നാം എല്ലാവരും നീതീകരിക്കപ്പെട്ടവരാണ്. Apart from him, we have no righteousness apart from Jesus. യേശുവല്ലാതെ നമുക്കൊരു നീതീകരണമില്ല. We live by faith. നമ്മൾ വിശ്വാസത്തിൽ This ജീവിക്കുന്നവരാണ്. morning I'm going to focus on living by the word. ഈ രാവിലെ സമയം ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വചനം കൊണ്ട് എപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ്. Thursday I'll speak on living by the Spirit. Thursday evening meeting. വ്യാഴാഴ്ച വൈകുന്നേരത്തെ യോഗത്തിൽ എപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ജീവിക്കാമെന്ന് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And on Sunday afternoon 2:30 I'll speak on living by faith in Christ. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള യോഗത്തിൽ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കാമെന്നും സംസാരിക്കണമെന്ന് ഞാൻ I'm ആഗ്രഹിക്കുന്നു. going to speak from my own life and of course from the word of God. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ഈ സംവേദനങ്ങൾ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. The Lord told the disciples in John 6:63. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, The flesh counts for nothing, the Spirit gives life. The words are spoken to you are spirit and life. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. The words he spoke to people were spirit and life. പരിശുദ്ധാത്മാവിലുള്ള ജീവനിലാണ് യേശു കർത്താവ് ദൈവവചനം പ്രസ്താവിച്ചത്. When I gave my life to Christ 1 year after I first heard the gospel, ഞാൻ ആദ്യമായി സുവിശേഷം കേട്ട 1 വർഷത്തിന് ശേഷം എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചപ്പോൾ, I said, Lord, you spoken to me through the Bible to reveal yourself to me. ദൈവമേ, നീ വചനത്തിലൂടെ നീ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തിയല്ലോ. I want to know you more and more. എനിക്ക് നിന്നെ കൂടുതലായി അറിയാനായി താല്പര്യമുണ്ട്. I want to know you through the Bible. വേദപുസ്തകത്തിലൂടെ നിന്നെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. Reveal yourself to me through the scriptures. ദൈവവചനത്തിലൂടെ നീ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. And the Lord told me,
അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, from the book of John 14:26. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ That verse talks about how the Holy Spirit teaches all things and reminds us of what the Lord taught us. ഈ വേദവാക്യം നമ്മോട് പറയുന്നത് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നതെന്നാണ്. 14:26. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. He will teach you and he will remind you. നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. I thank the Lord. Thank you, Lord. Thank you, Lord. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവമേ നന്ദി. You're going to teach me, the Holy Spirit. പരിശുദ്ധാത്മാവെ നീ എന്നെ പഠിപ്പിക്കാനായി പോവുകയാണ്. And you will remind me of the Bible. അത് മാത്രമല്ല നീ വേദപുസ്തകത്തിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. So I have never tried to memorize the Bible. ഞാൻ ഒരിക്കലും വേദപുസ്തകം കാണാതെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. Nothing wrong in memorizing, but more than that, depend on the Spirit of God to remind you. He will remind you. കാണാതെ പഠിക്കുന്നതിൽ എന്തും ഒരു തെറ്റുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് അതിലും വിശേഷതയുള്ളതാണ്. And this new life, say, Lord, I'm going to live by your word. Teach me your word. Without you, I cannot live. ദൈവമേ നീ എനിക്ക് തന്ന പുതിയ ജീവിതത്തിലൂടെ ഞാൻ നിനക്കായി ജീവിക്കാനായി പോവുകയാണ്. അതിനാൽ വേദപുസ്തകത്തിലൂടെ പുതിയ ജീവിതത്തെക്കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. When God had told Moses that he had found favor in the sight of God, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമായി മോശ ജീവിച്ചപ്പോൾ മോശയോട് ദൈവം ഇപ്രകാരം പറഞ്ഞു. look how Moses responds to God. എന്തായിരുന്നു മോശയുടെ പ്രതികരണം? Exodus 33rd chapter verse 13, Exodus, Moses responds to God. If I have found favor in your sight, teach me your ways that I might know you and continue to find favor with you. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. He already knows God, Moses. മോശയ്ക്ക് ദൈവത്തെ അറിയാമായിരുന്നു. Teach me your ways that I might know you. എന്നാൽ മോശ വീണ്ടും ദൈവത്തോട് പറയുന്നു, ദൈവമേ നീ എന്നെ പഠിപ്പിക്കണമേ, ഞാൻ നിന്നെ കൂടുതൽ അറിയട്ടെ. God reveals himself to the scriptures. വേദപുസ്തകത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. Now how do you know a person? എങ്ങനെയാണ് നാം ഒരാളെ അറിയുന്നത്? If I say I know a certain person, he's a friend of mine, what I mean is I know his likes and dislikes. ഞാൻ ഒരാളെ എൻ്റെ സുഹൃത്തിനെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എനിക്ക് അറിയാമെന്നാണ്. That's how you know a person, his nature. അങ്ങനെയാണ് ആ മനുഷ്യന്റെ സ്വഭാവത്തെ അറിയുന്നത്. And knowing God means knowing the likes and dislikes of God. ദൈവത്തെ അറിയുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് എന്താണ് ഇഷ്ടമുള്ളത്, എന്താണ് ഇഷ്ടമല്ലാത്തത് എന്നുള്ള തിരിച്ചറിവാണ്. I tell Christians, it's easier to know God than to know people. ക്രിസ്ത്യാനികളായ നമുക്ക് മറ്റ് മനുഷ്യരെ അറിയുന്നതിലും വളരെ എളുപ്പം ദൈവത്തെ അറിയാൻ സാധിക്കും. Why? എന്തുകൊണ്ടാണ് അങ്ങനെ? People change, God does not change. അതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യർ മാറുന്നവരാണ്, ദൈവം മാറാത്തവനാണ്. Malachi 3:6, I the Lord do not change. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു, ഞാൻ ഒരിക്കലും മാറുകയില്ല. So please read the Bible to know him, not to know just the Bible. നാം വേദപുസ്തകം വായിക്കേണ്ടത് വേദപുസ്തകത്തെ അറിയാനായിട്ടല്ല, ദൈവത്തെ അറിയാനായിട്ടാണ്. This book is inspired by the Holy Spirit. ഈ വേദപുസ്തകം ദൈവത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട വചനമാണ്. Every word of God is flawless. എല്ലാ ദൈവവചനവും തെറ്റില്ലാത്തതാണ്. Over 1600 years, 40 different people physically wrote the Bible. 1600 വർഷങ്ങൾ കൊണ്ട് 40ഓളം ആളുകൾ എഴുതിയ പുസ്തകമാണിത്. From different walks of life, they all wrote it. ജീവിതത്തിന്റെ വിവിധ ചര്യകളിലുള്ളവരാണ് അവരാണ് ഈ വേദപുസ്തകം എഴുതിയത്. They're all inspired by the Holy Spirit. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിക്കപ്പെട്ടവരായി. When you and me give our lives to Christ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുമ്പോൾ we become the children of God. നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നു. His Spirit comes and lives in us. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്നു. He make the Bible known to us. വേദപുസ്തകത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. The author of the Bible lives in you and me. നമ്മിൽ വസിക്കുന്നത്, എന്നിലും നിങ്ങളിലും വസിക്കുന്നത് വേദപുസ്തകത്തിന്റെ ഉടയവനായ ദൈവമാണ്. At the point of time we believe in Jesus and receive him into our hearts as Savior and Lord, we become the children of God. നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ രക്ഷിതാവായി കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം അവനായി ജീവിക്കാൻ ആരംഭിക്കുന്നു. In John chapter 1, 10, 11, 12, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ there John writes about Jesus. അവിടെ യേശുവിനെ കുറിച്ചാണ് യോഹന്നാൻ എഴുതുന്നത്. He was in the world, and though the world was made through him, the world didn't recognize him.
അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. He came that with his own did not receive him. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. Yet all received him who believed his name. God gave the right to become children of God. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവന്റെ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. And that point of time, his spirit enters our hearts. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നു. Same Holy Spirit who wrote the Bible, ഈ വേദപുസ്തകം എഴുതിയതായ പരിശുദ്ധാത്മാവ്, who inspired people to write the Bible, ഇത് എഴുതാനായി ആളുകൾക്ക് പ്രചോദനം നൽകിയ പരിശുദ്ധാത്മാവ് comes and dwells in us നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളിൽ വസിക്കുന്നു. to teach us, നമ്മെ പഠിപ്പിക്കുവാൻ, to give us words to speak, നാം എന്തു പറയണമെന്ന് നമ്മളെ ഉപദേശിക്കുവാൻ, to remind us, നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ, to make us more and more like Jesus. യേശുവിനെ പോലെ ഓരോ ദിവസവും കൂടുതലായി വളർന്നു വരുവാനായി നമ്മെ ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ്. If we love God, we love the word of God. നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവവചനത്തെയും സ്നേഹിക്കും. Sometimes people ask me, how many hours a day you read Bible? എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂറാണ് വേദപുസ്തകം വായിക്കുന്നത്? I don't like to answer such questions. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ല. I don't want people to read the Bible because I read so many hours, they should also read. ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും, ഞാൻ പല മണിക്കൂറുകൾ വേദപുസ്തകം വായിക്കുന്നത് കൊണ്ട് എല്ലാവരും വായിക്കണമെന്ന് ഞാൻ പറയുമെന്ന്. So I don't like to answer the question, but I'll tell you why I read Bible a lot. ഞാൻ അതിനുത്തരം പറയുകയില്ലെങ്കിലും ഞാൻ അവരോട് പറയും ഞാൻ എന്തുകൊണ്ടാണ് വേദപുസ്തകം വായിക്കുന്നത്. God speaks through scriptures. ദൈവം എന്നോട് സംസാരിക്കുന്നത് He വേദപുസ്തകത്തിലൂടെയാണ്. speaks to you. നിങ്ങളോടും ദൈവം സംസാരിക്കുന്നു. We are his sheep. നാം അവന്റെ ആടുകളാണ്. In John 10:27, Jesus says, my sheep listen to my voice. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. It's not abnormal that we can hear God, not audible voice of God, but speaking from the Bible. വേദപുസ്തകം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. It's normal, it's not abnormal. അത് സാധാരണമാണ്, അത് അസാധാരണമായി നമ്മൾ കാണേണ്ടതില്ല. He is a shepherd, we are his sheep. അവൻ നമ്മുടെ ഇടയനാണ്, നാം അവന്റെ ആടുകളാണ്. And he loves to speak to us. അതുകൊണ്ട് തന്നെ നമ്മോട് സംസാരിക്കുന്നത് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. If you love God, you want to hear his voice. നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കാനും നാം So തയ്യാറുള്ളവരാണ്. we read the Bible. നമ്മൾ വേദപുസ്തകം വായിക്കണം. I tell husbands, when you love your wife, don't you want to hear a wise voice? ഞാൻ സാധാരണ ഭർത്താക്കന്മാരോട് ചോദിക്കും, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് ആ താല്പര്യമില്ലേ? And some husbands tell me, no brother, in my case, my wife not talking to me is the best expression of her love for me. സാധാരണയായി ചിലർ എന്നോട് പറയാറുണ്ട്, എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കുന്നില്ല, അങ്ങനെയാണ് അവളുടെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തുന്നത്. There's an exception. Normally you love someone, you want to hear the person's voice. എന്നാൽ ഞാൻ പറയും, നിങ്ങൾ സാധാരണയായി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കാനും ആഗ്രഹിക്കും. So God speaks so lovely. അതുകൊണ്ട് തന്നെ ദൈവം വളരെ സ്നേഹത്തോടെ നമ്മോട് സംസാരിക്കുന്നവനാണ്. So when you live by the word of God, every aspect of life is taken care of. നാം ദൈവവചനപ്രകാരം ദൈവത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എല്ലാ രീതിയിലും ക്രമപ്പെടുത്താൻ അവൻ വിശ്വസ്തനാണ്. When he speaks to us, we should act upon it. We should obey him. നമ്മോട് ദൈവവചനം സംസാരിക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നവരാകും. In the book of James chapter 1 from verse 22 we read. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ chapter 1 verse 22 onwards. 1-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. Don't listen to the word and so deceive yourselves. നിങ്ങൾ ദൈവവചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരാവരുത്. Do what it says. അത് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. Anyone listen to the word of God and doesn't do what it says, it's like a man looks at his face in a mirror, he goes away and forgets what he looks like. നാം വേദപുസ്തകം ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. When you follow scriptures, we face difficulties in life. നമ്മൾ വചനത്തെ അനുസരിക്കുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. The Lord never said, you follow me, you won't have any difficulty. He never said that.
നമ്മുടെ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ എന്നെ അനുഗമിച്ചാൽ പിന്നെ യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്ന്. In fact, he promised us difficulties. എന്നാൽ അവൻ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ട് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. Along with that, he promised peace. എന്നാൽ അതിന്റെ നടുവിൽ അവൻ സമാധാനവും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. In John 16:33, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ he tells the disciples, അവൻ തന്റെ ശിഷ്യരോട് ഇപ്രകാരം പറയുന്നു, I've told you these things that in me you will have peace. In the world you will have troubles, but take heart, I have overcome the world. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. John 15:11, he told them, 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, I've told you this that my joy will be in you and your joy will be complete. ഞാനിത് നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. Okay, Santosham is joy, is it? It's not Anand. In Hindi, it's Anand. Santosh. Okay. He promises his joy. ദൈവത്തിൻ്റെ സന്തോഷം, ആനന്ദം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. And he's promised us peace and joy when you obey him, in spite of difficulties. നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും നാം അവനെ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ അവൻ സന്തോഷവും സമാധാനവും നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. The word peace in English is from a Greek word in the Greek Bible. The word is irene, E-I-R-E-N-E, irene. ഇറേനെ എന്ന് പറയുന്ന യവനായ പദത്തിൽ നിന്നാണ് സമാധാനം എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. Irene means oneness, unity. ഇറേനെ എന്ന വാക്കിന്റെ അർത്ഥം ഒരുമ, സമഗ്രത എന്നതാണ്. Before coming to Christ, we were cut off from God. He was far away. He is perfect, we are imperfect, no relationship. നാം കർത്താവിൽ ആകുന്നതിന് മുൻപ് ദൈവവും നാമുമായി യാതൊരു ബന്ധവുമില്ല. നാം അവനിൽ നിന്നും വേർപെട്ടവരാണ്. By the blood of Christ, we are now one with God. എന്നാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ഇന്ന് ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. At the point of time I accept him as Savior and Lord, by faith, the sin of spirit are cleansed. ഞാൻ യേശു കർത്താവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, വിശ്വാസത്തോടെ അത് ചെയ്തപ്പോൾ എൻ്റെ പാപങ്ങളെ അവൻ്റെ രക്തത്താൽ അവൻ മോചിച്ചു തന്നു. This oneness nobody can take away. ഈ ഒരുമ എന്ന് പറയുന്നത്, ഈ ഐക്യം എന്ന് പറയുന്നത് ആർക്കും എടുക്കാൻ കഴിയുന്നതല്ല. No circumstance, ഒരു സാഹചര്യത്തിനും, no human being, ഒരു മനുഷ്യർക്കും, no relative or boss can take away. നമ്മുടെ മേലധികാരികളായ ആർക്കും അത് എടുക്കാൻ കഴിയില്ല. Only our sin takes it away. എന്നാൽ നമ്മുടെ പാപത്തിന് മാത്രമേ അതിനെ നമ്മിൽ നിന്നും എടുക്കാൻ സാധിക്കുകയുള്ളൂ. And joy comes from knowing we go to heaven when we leave this world. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് സന്തോഷം ദാനമായി നൽകുന്നത്. Interestingly, peace and joy are conditional to obedience only. എന്നാൽ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അനുസരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനവും സന്തോഷവും ലഭ്യമാകുന്നത്. That's why he told them, in me you will have peace, in the world you will have troubles. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ നിനക്ക് സമാധാനവും ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികളുമുണ്ട്. I've told you these things, I've told you this. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നുവെന്ന് നിരന്തരമായി കർത്താവ് പറയുകയാണ്. Listen to him, obey him, in spite of difficulties you will have peace. നാം ദൈവത്തെ ശ്രദ്ധിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലും നമുക്ക് സന്തോഷവും സമാധാനവും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. This new life is manifesting the peace and joy of the Lord. നമ്മുടെ ജീവിതത്തിലുള്ള ഈ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് ഈ പുതിയ ജീവൻ നമ്മളിൽ വെളിപ്പെട്ടു വരുന്നത്. Till we turn to Christ, നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് വരെ we live for ourselves, നാം നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. or we live for the world. അതോ അതുമാത്രമല്ല, ചിലപ്പോൾ നാം ലോകത്തിനു വേണ്ടിയും ജീവിക്കുന്നു. We belong to ourselves, we say, it's my life, I'll do what I want. നാം നമുക്ക് തന്നെ ഉള്ളവരാണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പറയും, ഇതെന്റെ ജീവിതമാണ്, ഈ ജീവിതം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. Or we belong to the world, we belong once to the world. നമ്മൾ ഒരുപക്ഷെ ഈ ലോകത്തിനുള്ളവരായി നമ്മെ തന്നെ കാണാറുണ്ട്. Not after we turn to Jesus. എന്നാൽ അതിന് നാം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതിന് ശേഷം അങ്ങനെയല്ല. In 1 Corinthians 6:19, Paul writes, 6:19-20, Paul writes, 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. Do you not know your body temple of the Holy Spirit, who is in you, whom you receive from God? You are not your own, you are bought at a price. The honor God with the body.
ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. You don't belong to yourself. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുള്ളവരല്ല. You are bought at a price. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. Also, we don't belong to the world anymore. ഇനിയും നമ്മൾ ഈ ലോകത്തിനുള്ളവരുമല്ല. In John 15 chapter, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ 18 to 20, Jesus said, 18 മുതൽ 20 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: if you belong to the world will love you as its own. As you don't belong to the world, I've chosen you out of the world. That's why the world hates you. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നുവെന്ന് അറിയുവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. We don't belong to ourselves, therefore we don't live for ourselves. നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല. We don't belong to the world, we don't live for the world. നാം ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരുമല്ല. We belong to Jesus. നാം യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. So we live for him. അതിനാൽ നാം അവന് വേണ്ടി And ജീവിക്കുന്നവരാണ്. he is so gracious, so kind, he's given us his kingdom to enjoy. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തെ അവൻ തന്റെ കരുണയിൽ നമുക്ക് ദാനമായി നൽകി. If you look at Romans chapter 14, 17, 18, റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ Paul writes, പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതുന്നു: for the kingdom of God is not a matter of eating and drinking, but of righteousness, peace and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൽ സമാധാനവും സന്തോഷവും അത്രേ. We've been given God's kingdom to enjoy in this world. ഈ ലോകത്തിൽ നമുക്ക് ആസ്വദിക്കുന്നതിനായി ദൈവരാജ്യത്തെ അവൻ നൽകിയിരിക്കുന്നു. In Colossians chapter 1, 13, 14, Paul writes, കൊലോസ്യ ലേഖനം chapter 1, 13, 1-ാം 14, അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: for he has rescued from dominion of darkness and has brought us into the kingdom of Son he loves, in whom redemption, the forgiveness of sins. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഇരുട്ടിൻ അധികാരം, ഇരുട്ടിൻ darkness, from darkness to light is brought. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും അവൻ വിടുവിച്ചിരിക്കുന്നു. We've been rescued. അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. Already done on the cross. അത് ക്രൂശിൽ അവൻ ചെയ്തിരിക്കുന്നു. Through the cross we come into God's kingdom. കുരിശിലൂടെയാണ് നാം ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീരുന്നത്. On the cross he took away our punishment and gave us peace. കുരിശിൽ അവൻ നമ്മുടെ ശിക്ഷാവിധി മായ്ച്ചു കളയുകയും നമുക്ക് സമാധാനം നൽകുകയും ചെയ്തു. We are supposed to be punished for our sins. നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷയേൽക്കേണ്ടവരായിരുന്നു. He took away our sins എന്നാൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. and gave us peace. അവൻ നമുക്ക് സമാധാനം നൽകി. What a transaction. അതെന്തൊരു വലിയ പ്രവൃത്തിയാണ്. Today we don't search for peace, we've been given peace. ഇന്ന് നമ്മൾ സമാധാനം അന്വേഷിക്കുന്നവരല്ല, നമ്മൾ സമാധാനം നൽകപ്പെട്ടവരാണ്. The same peace he had, our Lord, he's given to us. യേശുവിനുണ്ടായിരുന്ന അതേ സമാധാനം അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. In John 14:27 he says, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ അവൻ ഇപ്രകാരം പറയുന്നു, verse 27, 27-ാമത്തെ വാക്യത്തിൽ: peace I leave with you, my peace I give unto you. I don't give as the world gives. Don't let your hearts be troubled and don't be afraid. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. my peace I am giving to you. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, തന്നിരിക്കുന്നു. My joy I am giving to you. എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. Today we just have to enjoy it, that's all. അത് നാം ഇന്ന് ആസ്വദിക്കുക മാത്രമാണ് By ചെയ്യേണ്ടത്. simply living for him. ദൈവത്തിനു വേണ്ടി നാം ജീവിക്കുന്നതിലൂടെയാണ് അത് സാധ്യമായി And തീരുന്നത്. God loves to speak to us. We are his children. Every parent wants to hear the voice of the child and wants to talk to the child. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ശബ്ദം കേൾക്കാൻ അവൻ ആഗ്രഹിക്കുകയും അവൻ നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു. I am sure all of us have experienced it. If not, please ask him to speak to you. Tell him, Lord, you live your life through me, Lord. ഞാൻ ചിന്തിക്കുന്നത് നാം എല്ലാവരും ദൈവത്തോട്, ദൈവമേ നീ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. He comes and lives inside us. അവൻ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നവനാണ്. And when you turn to him completely and ask him to come into your heart,
He lives in us forever, not for some time only. നാം പൂർണ്ണമായി ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ എന്നേക്കുമായി ആത്യന്തമായി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നവനാണ്. Please don't depend upon any human being, only depend upon the Lord. നമ്മൾ ഒരിക്കലും മറ്റൊരാളിൽ അല്ല ആശ്രയിക്കേണ്ടത്, നാം ആശ്രയിക്കേണ്ടത് കർത്താവിൽ മാത്രമാണ്. And He is so real to us when you really spend time with Him. അവൻ നമ്മോട് ഉള്ളിൽ വസിക്കുമ്പോൾ, നാം അവനുമായി സമയം ചിലവഴിക്കുമ്പോൾ ദൈവം നമുക്ക് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. When I told the Lord, Lord, I want to live for you, now one words. ഞാൻ ദൈവത്തോട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കാനായി താല്പര്യമുണ്ട്. I told Him, Lord, I want to know you more and more. Reveal yourself to me. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്നെ കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ട്, അതിനാൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണമേ. അവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നു. The Lord gave me John 14:26. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം എനിക്ക് ദൈവം തന്നു. Holy Spirit will teach you, He will remind you. ഇപ്രകാരമാണ് അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. Then I said, Lord, all these years I did not know you. Now you reveal yourself to me. ഞാൻ അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ കഴിഞ്ഞ നാളുകളിലൊന്നും നീ എന്നോട് അപ്രകാരം സംസാരിച്ചില്ലല്ലോ. Why all these years no one told me about Jesus except my friend in the office? എന്തുകൊണ്ടാണ് എൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തല്ലാതെ മറ്റൊരാളും ക്രിസ്തുവിനെ കുറിച്ച് എന്നോട് പറയാതെ ഇരുന്നത്? Why no one told me, Lord? എന്തുകൊണ്ടാണ് ആരും എന്നോട് പറയാതിരുന്നത്? The Lord kept quiet. എന്നോട് എൻ്റെ ചോദ്യത്തിന് ദൈവം ഉത്തരം തന്നില്ല, നിശബ്ദനായിരുന്നു. But He put a question in my heart. എന്നാൽ എൻ്റെ ഉള്ളിൽ അവനൊരു ചോദ്യം മടക്കി തന്നു. You were saying no one told you all these years. എന്നോട് പറഞ്ഞു, ആരും നിന്നോട് ഈ വർഷങ്ങളിൽ ഇത് പറഞ്ഞില്ലല്ലോ. Now you know the truth. ഇപ്പോൾ നീ സത്യം അറിയുന്നുവല്ലോ. What will you do? നീ എന്ത് ചെയ്യും? Say, Lord, I can't keep quiet. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് നിശബ്ദനായിരിക്കാൻ സാധിക്കില്ല. Now I won't keep quiet. I'll tell about you. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും നിശബ്ദനായിരിക്കില്ല, നിന്നെക്കുറിച്ച് പറയുന്നവനായിരിക്കും. So next day morning I began to talk about Jesus to whomever would listen to me. ഞാൻ അടുത്ത ദിവസം രാവിലെ മുതൽ ആരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുവോ അവരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയാനായി തുടങ്ങി. 1 month later the Lord asked me a question. ഒരു മാസം ദൈവം വീണ്ടും എന്നോട് ചോദ്യം ചോദിച്ചു. Will you go where I send you? Will you speak what I put in your heart? ഞാൻ നിന്നെ എവിടെ അയച്ചാലും ഞാൻ നിന്റെ ഹൃദയത്തിൽ തരുന്നത് നീ സംസാരിക്കുമോ? I said, yes, Lord. ഞാൻ മറുപടി ദൈവത്തോട് പറഞ്ഞു, യെസ്, അതേ ദൈവമേ. Looking back all these years, He's taken me to 53 countries of this world. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എന്നെ 53 രാജ്യങ്ങളിലേക്ക് അയച്ചു. And almost every state of India, 28 states of India have been, except one state. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിലും ഒരു സംസ്ഥാനം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ദൈവം എന്നെ അയച്ചു. And I seen thousands of people turn to the Savior. ആയിരക്കണക്കിന് ആളുകൾ കർത്താവിനെ അറിയുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്തു. It's not my doing, it's God's doing. ഇത് ഞാൻ ചെയ്തതല്ല, ദൈവം എന്നിലൂടെ ചെയ്തതാണ്. I am only a spokesman, He does it. ഞാൻ ദൈവത്തിന്റെ ഒരു സംസാരിക്കുന്നയാൾ മാത്രമാണ്. ദൈവമാണ് എന്നിലൂടെ അത് സംസാരിക്കുന്നത്. He wants all of us to be His servants. നാം എല്ലാവരും ദൈവത്തിന്റെ ശുശ്രൂഷകരാകണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. Who is a servant? ആരാണ് ഒരു ശുശ്രൂഷകൻ? Someone does the will of the master. തന്റെ യജമാനന്റെ ഹിതം ചെയ്യുന്നവനാണ് യജമാനനെ സേവിക്കുന്നവൻ. We all have one master. നമുക്കെല്ലാവർക്കും ഒരേ ഒരു യജമാനൻ മാത്രമാണുള്ളത്. If we are His servants, നാം അവന്റെ സേവകരാണെങ്കിൽ we will do His will. അവന്റെ ഹിതം നമ്മൾ ചെയ്യുന്നവരായിരിക്കും. To do His will, അവന്റെ ഹിതം ചെയ്യുവാനായി we must know His will. നാം അവന്റെ ഹിതം അറിയേണ്ടതായിരിക്കുന്നു. To know His will, അവന്റെ ഹിതം അറിയുന്നതിനു വേണ്ടി we should live by the scriptures. നാം വേദപുസ്തകത്തിലൂടെ ജീവിക്കുന്നവരായിരിക്കും. He'll make the Bible come alive to us. He'll make our life meaningful, really meaningful. വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന വചനമായി വരികയും നാം അവന് വേണ്ടി ജീവിക്കുകയും ചെയ്യും. Without the Lord, life is meaningless. ദൈവമില്ലാത്ത ജീവിതം അർത്ഥരഹിതമായ ജീവിതമാണ്. One question many people have who do not know the Lord is, why am I living in this world? ദൈവത്തെ അറിയാത്ത പല ആളുകളുടെയും ഉള്ളിലുള്ള ചോദ്യം എന്നത് ഞാൻ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. What's the purpose of life? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? See, 70, 80, 90, maybe 100 years we live. ഒരുപക്ഷെ 70, 80, 100 വർഷങ്ങൾ നമ്മൾ ജീവിച്ചേക്കാം. We'll leave everything and go away. നമ്മൾ ജീവിക്കും, നമ്മൾ ഈ ജീവിതം വിട്ടു പോകും. In this world we are pursuing after so many things. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പല കാര്യങ്ങൾ, പല ആസ്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടും. Everything is meaningless. എന്നാൽ അതെല്ലാം അർത്ഥശൂന്യമാണെന്ന് തോന്നുന്നു. Solomon wrote about that in the book of Ecclesiastes. അതുകൊണ്ട് തന്നെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. The first few chapters. ആദ്യത്തെ ചില അധ്യായങ്ങളിൽ Everything is meaningless. അവിടെ പറയുന്നു, സകലവും മായയാണ്. Riches is meaningless. സമ്പത്ത് അർത്ഥരഹിതമാണ്, മായയാണ്. Wisdom is meaningless. വിവേകം, ജ്ഞാനം എന്ന് പറയുന്നത് അർത്ഥരഹിതമാണ്.
Pleasures are meaningless. ജീവിതത്തിന്റെ സന്തോഷങ്ങൾ അർത്ഥരഹിതമാണ്. Toil is meaningless. ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നതും അർത്ഥരഹിതമാണ്. Advancement is meaningless. നമ്മൾ ജീവിതത്തിൽ മികവുള്ളവരായി തീരുന്നതും അർത്ഥരഹിതമാണ്. Finally comes the conclusion. അതിന്റെ അവസാനത്തിൽ ഇപ്രകാരം സംഗ്രഹിക്കുന്നു. 12th chapter verse 13. 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ Conclusion is, fear God, keep his commandments is the whole duty of man. അവിടെ പറയുന്നത് ദൈവത്തെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകളെ അനുസരിക്കുക, അതാണ് ജീവിതത്തിന്റെ ആകമാനമായ ലക്ഷ്യം. We obey him because we love him. നാം അവനെ അനുസരിക്കുന്നത് നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. In John 14:23 Jesus said, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. If anyone loves me, he will obey my teaching. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. Our expression of love for him is to obey him. നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ്. What motivates us to obey him? എന്താണ് ദൈവത്തെ അനുസരിക്കാനായി നമ്മെ പ്രചോദിപ്പിക്കുന്നത്? His love for us. ദൈവം നമ്മോട് ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയ സ്നേഹമാണ്. In 1 John 4:19 Jesus says, not Jesus, the word of God says, 1 John 4:19, John writes there, 1 യോഹന്നാൻ chapter 4 verse 19, 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, we love because he first loved us. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. 1 John 4:19, we love because he first loved us. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. Our response to his love is obeying. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അവനെ അനുസരിക്കുക എന്നുള്ളതാണ്. And our love is the response to his love. ദൈവ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ സ്നേഹം ദൈവത്തോടുള്ളത്. God loves every one of us. നാം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. We are all created by him. He loves his നാം creation. എല്ലാവരും അവനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. Psalm 145 verse 9 in the Old Testament says, Psalm 145 verse 9, സങ്കീർത്തനങ്ങൾ 145-ന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, God is good to all, his compassion is over all he has made, all he has created. Psalm 145 verse 9. യഹോവ എല്ലാവർക്കും നല്ലവൻ, തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. ദൈവം എല്ലാവർക്കും നല്ലവനാണ്. God wants to speak to all of us. ദൈവം നമ്മുടെ എല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Please don't think because you're not a preacher or a teacher you can understand the Bible. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മളൊരു പ്രഭാഷകനോ നമ്മളൊരു അധ്യാപകനോ അല്ലാത്തതുകൊണ്ട് വേദപുസ്തകം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന്. No doubt it is true that teaching is a gift for some people. Everybody is not a teacher. It's called some to be teachers. Apostles, prophets, evangelists, pastors, teachers. പഠിപ്പിക്കുക എന്നുള്ളത് ചിലർക്ക് ദൈവം നൽകിയിരിക്കുന്ന വരമാണ്. അതിൽ പ്രവാചകരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, അയക്കപ്പെട്ടവരുണ്ട്. Understanding the Bible is for everybody. എന്നാൽ വേദപുസ്തകം മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. Just because you're not a preacher or a teacher, don't think you cannot understand the Bible. നമ്മൾ ഒരു അധ്യാപകനോ ഒരു പ്രഭാഷകനോ അല്ലാത്തതുകൊണ്ട് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. At the point of time we turned to Christ, a veil covering heart was open. We all can understand God. നാം ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ, നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് നൽകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള മൂടുപടം അവൻ മാറ്റിക്കളയുന്നു. And as you listen to God's word and obey, you'll find you know him more and more. നാം ദൈവത്തെ അറിയുകയും അവനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നാം കൂടുതലായി അവനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. In 1991 I went to Siberia as a consultant for a company. ഞാൻ 1991 സൈബീരിയയിലേക്ക് ഒരു കമ്പനിയുടെ ഉപദേഷ്ടാവായി പോയി. I represent an American company in Siberia. അവിടെയുള്ള ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഉപദേശകനായി ജോലി ചെയ്യുകയാണ്. My employer was an American company. എനിക്ക് ജോലി തന്നിരുന്നത് അമേരിക്കയിലുള്ള ഒരു കമ്പനിയായിരുന്നു. Their project in Siberia, so I went there as part of my company's consultancy. സൈബീരിയയിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി അതിന്റെ ഉപദേഷ്ടാവായി ഞാൻ പോയതാണ്. By the grace of God, in 2 months' time, without me knowing the Russian language, without knowing a single Christian, about 60 people turned to Christ in 1 month or 2 months. 2 മാസം കൊണ്ട് ദൈവകൃപയാൽ എനിക്ക് റഷ്യൻ ഭാഷ അറിയില്ലായിരുന്നു എങ്കിൽ പോലും എൻ്റെ അവിടെയുള്ള ജീവിതം കൊണ്ട്, എൻ്റെ അവിടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പല ആളുകളും ക്രിസ്തുവിലേക്ക് ചേർന്നു വരുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. I was called by the government authorities for a meeting. അവിടെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്നെ ഒരു യോഗത്തിനായി ക്ഷണിച്ചു. The 5 dignitaries, they called for a meeting. അവിടെയുള്ള പ്രധാനപ്പെട്ട 5 ആളുകൾ എന്നെ വിളിച്ചു. They said, how do you know that there is a God? അവർ എന്നോട് ചോദിച്ചു,
എങ്ങനെയാണ് ഒരു ദൈവമുണ്ടെന്ന് നീ അറിയുന്നത്? I said, my life is changed. I didn't change my life. He changed my life. ഞാൻ അവരോട് പറഞ്ഞു, ഞാനത് അറിയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിയത് ദൈവമാണ്, ഞാനല്ല എൻ്റെ ജീവിതത്തെ മാറ്റിയത്. Then they asked me, അവർ പിന്നീട് എന്നോട് ചോദിച്ചു, how do you know that Jesus is alive? How do you know he rose from the dead? പിന്നീട് അവർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് നീ അറിയുന്നത്? How do you know he's alive? അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് നീ എന്തുകൊണ്ട് അറിയുന്നു? I told them, I know because this morning only he spoke to me. ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെയും അവൻ എന്നോട് സംസാരിച്ചിരുന്നു, അതുകൊണ്ട് അവൻ ഇന്നും ജീവിക്കുന്നു. So he's living. He spoke to me this morning. അവൻ ജീവിക്കുന്നു, ഇന്നും അവൻ എന്നോട് സംസാരിച്ചിരുന്നു. Then they asked me, how I know he's alive? തുടർന്ന് അവരെന്നോട് ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് യേശു ഉണ്ട്, ഇന്നും ജീവിക്കുന്നുവെന്ന് അറിയുന്നത്? As you call upon his name, he will answer. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിങ്ങൾക്ക് ഉത്തരം തരും. He who comes to him, he'll never cast out. അവൻ നിങ്ങളിലേക്ക് വരും, നിങ്ങളെ അവൻ പുറത്താക്കി കളയുകയില്ല. This new life is real. ഈ പുതുജീവിതം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായ അവസ്ഥയാണ്. Please ask Christ to come into your life and live his life through you, not your life, his life. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പറയുക, ദൈവമേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ, നിന്റെ ജീവിതം എന്നിൽ നിറവേറ്റപ്പെടുവാൻ, എൻ്റെ ജീവിതമല്ല നിന്റെ ജീവിതം നിറവേറ്റപ്പെടുവാൻ നീ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Could you pray like that? നിങ്ങൾ എന്നോടൊപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമോ? I'm going to close now. ഞാനിപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ I like all our eyes closed and bow down. No, now I'm not going to ask you to stand up. You can sit down wherever you are. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. Yes, between you and God, ask Lord to touch you. ഇത് നിങ്ങളും ദൈവവുമായുള്ള ഒരു അവസരമാണ്. നിങ്ങൾ ദൈവത്തോട് പറയുക, ദൈവമേ നീ എന്നെ ഒന്ന് തൊടണമേ. If you're not sure he lives inside you, repent of sin, ask him to come into your heart. നിങ്ങളുടെ ഉള്ളിൽ അവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ ഇരിക്കുന്ന ഇടത്തിരുന്ന് ദൈവമേ എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. When you and God, you can softly speak to him and say, Lord, I come to you, Lord, as I am. Change me, Lord, and live your life through me. നിങ്ങളും ദൈവവും മാത്രമുള്ളപ്പോൾ, ആ ഒരു സാഹചര്യമായി ഇത് തീരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുക, ദൈവമേ എൻ്റെ ഉള്ളിലേക്കൊന്ന് വരണമേ, എന്നെ ഒന്ന് മാറ്റണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് I പറയാം. want to live by your word. ദൈവമേ നിന്റെ വചനപ്രകാരം ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Teach me your word, Lord. എന്നെ നിന്റെ വചനത്തെ പഠിപ്പിക്കണമേ. Teach me about yourself. കർത്താവേ നിന്നെക്കുറിച്ച് എന്നെ പഠിപ്പിക്കണമേ. We give you all the glory, Lord. ദൈവമേ നിനക്ക് സകല മഹത്വവും ഞങ്ങൾ നൽകുന്നു. All the honor, എല്ലാ മഹത്വവും നിനക്ക് നൽകുന്നു. all the praise. കർത്താവേ സകല സ്തോത്രവും നിനക്ക് ഞങ്ങൾ നൽകുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you all. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.